ഇങ്ങനൊക്കെ തന്നെ വെറുതെ തുടങ്ങുക. ഡൗട്ട് എന്ന് പറഞ്ഞാൽ ആദ്യം ചാറ്റിങ് തുടങ്ങും. പിന്നെ കുറേം കൂടെ കഴിയുമ്പോൾ അച്ഛനും വേണ്ടവരില്ല, അമ്മയും വേണ്ടവരില്ല, ഭർത്താവും കൂടുമ്പോൾ ഒന്നും വേണ്ടവരില്ല. കുറേം കൂടെ മാസം കഴിയുമ്പോഴേ പിന്നെ കേൾക്കാം ഇവള് അവന്റെ കൂടെ പോയിന്ന്. നിങ്ങൾ എന്താ ഈ പറഞ്ഞു വരുന്നത്? ആ അതന്നെ നീ ഉദ്ദേശിച്ചന്നെ. നിന്റെ ഈ പോക്ക് കണ്ടിട്ടേ നീയും ആ ലെവൽ എത്തുന്നതന്നെ എനിക്ക് തോന്നുന്നു. എന്താ നിങ്ങൾ പറഞ്ഞത്? ദേ വായി തോന്നിയതെല്ലാം വിളിച്ചു പറയാന്ന് വിചാരിച്ച് നിൽക്കരുത്. എല്ലാവരും നിങ്ങളെ പോലെയാണെന്നാ കരുതിയേ? നീ എന്താടി പറഞ്ഞേ? ഞാനെന്താ എല്ലാ പെണ്ണുങ്ങളോട് ചാറ്റി നടക്കണം? ചിലപ്പോ ഉണ്ടാകായിരിക്കും. ഇല്ലെന്ന് പറയാനേ എനിക്ക് എന്റെ ഭാഗവന് അത്ര വലിയ വിശ്വാസമൊന്നുമില്ല. ഞാൻ കാണുമ്പോ ചെയ്യണമെന്നൊന്നും ഇല്ലല്ലോ, കാണാണ്ടിരിക്കുമ്പോ ചെയ്യുന്നുണ്ടെങ്കിലോ? നീ ഇല്ലാ സമയത്ത് ഞാൻ വേറെ പെണ്ണുങ്ങളായിട്ട് ചാറ്റി നടക്കാന്നോ? വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ സ്വഭാവം നീ അറിയൂട്ടോ. വെറുതെ എന്റെ ക്യാരക്ടർ തൊട്ടടിക്കാൻ നിൽക്കരുത്. നിങ്ങൾക്ക് മാത്രമേ ക്യാരക്ടർ ഉള്ളൂ, അപ്പൊ എനിക്കില്ല. എന്നെ കുറിച്ച് ഇത്ര നേരം വേണ്ടതിനും പറഞ്ഞു നിൽക്കുമ്പോ ഞാൻ പിന്നെ എന്ത് ചെയ്യണം? കയ്യും കെട്ടി കേട്ട് നിൽക്കണോ? ആ ഇതാ വന്നല്ലോ മെസ്സേജ്. ഇതൊക്കെ തന്നെ ഞാൻ പറഞ്ഞത്. കൊടുക്ക്, റിപ്ലൈ കൊടുക്ക്. ഞാൻ പിന്നെ പറഞ്ഞു കൊടുത്തോളാം. എന്തിന് ഇപ്പൊ തന്നെ കൊടുത്തു മറുപടി? എന്തേ എന്റെ മുന്നിൽ സംസാരിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ നിനക്ക്? ഹലോ, ഞാൻ ഇപ്പൊ കുറച്ച് തിരക്കിലാണ്. ഫ്രീ ആകുമ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് മെസ്സേജ് ചെയ്യാം. ഓക്കെ, വന്നിട്ട് പറഞ്ഞുതരാം കേട്ടോ. ആ മനസ്സിലായി. ഞാനില്ലാത്ത സമയത്ത് വിളിക്കാൻ വേണ്ടിട്ടായിരിക്കും അല്ലേ? നിങ്ങളുടെ തലയ്ക്ക് നല്ല സുഖമില്ല. കുറെ നേരമായാലും ഓരോ നേരം കൊലമ്പാൻ തുടങ്ങിയിട്ട്. ഒരാളോട് സംസാരിക്കണമെങ്കിൽ എന്ത് സംസാരിക്കണം, എങ്ങനെ സംസാരിക്കണം എന്നുള്ള കാര്യം നിങ്ങൾ എന്നെ പഠിപ്പിച്ചു തന്നിട്ട് വേണ്ട. അതെനിക്ക് നന്നായിട്ട് അറിയാം. ആരോടെങ്കിലും ചാറ്റ് ചെയ്യുമ്പോഴത്തേക്കും അവന്റെ ഒപ്പം ഓടിപ്പോകുന്ന കുറെ പെണ്ണുങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ കൂടുതൽ എന്നെ കൂട്ടരുത്. എല്ലാവരും അച്ഛനെയും അമ്മേനെയും ബന്ധങ്ങളെയൊക്കെ തിരിച്ചറിയുന്ന നല്ല സംസ്കാരമുള്ള കുടുംബത്തിനാണ് ഞാൻ ഇങ്ങോട്ട് കയറി വന്നിരിക്കുന്നത്. ആദ്യം നിങ്ങളുടെ മനസ്സും ചിന്തകളൊക്കെ ശുദ്ധമാക്കിയിട്ടേ നല്ലൊരു മനുഷ്യനാകാൻ പഠിക്കും. എന്നിട്ട് മതി നിങ്ങൾക്ക് ഭാര്യയും കുട്ടിയും കുടുംബം ഒക്കെ. നിങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ കല്യാണം എന്ന് പറഞ്ഞാൽ ഏകദേശം കച്ചവടം പോലെ തന്നെയാണ്, എന്നെ ഇങ്ങോട്ട് വിറ്റിട്ട് നിങ്ങൾ വാങ്ങിക്കൊണ്ട് വന്നാണെന്ന്. എന്നാലേ ആ ചിന്താഗതി നിങ്ങൾ മാറ്റി വെച്ചേ. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തുള്ളാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. എന്നെ ഇങ്ങോട്ടേക്ക് കല്യാണം കഴിച്ചുകൊണ്ടെന്ന് വിചാരിച്ചിട്ടേ നിങ്ങൾ കുറെ നിയമങ്ങൾ ഉണ്ടാക്കി അത് മുഴുവൻ എന്റെ മേലെ അടിച്ചേൽപ്പിച്ച് ഞാനിങ്ങനെ പേടിച്ച് വിറച്ച് ഇവിടെ നിൽക്കണം എന്ന് പറഞ്ഞാല് അത് നടക്കുന്ന കാര്യമൊന്നല്ല മോനെ. കാലമൊക്കെ മാറി. ഇന്നത്തെ പെൺപിള്ളേരുന്ന അതിന് കിട്ടില്ല. ഞാനേ എന്റെ അച്ഛനെ വിളിക്കട്ടെ. ഇവിടെയുള്ള എല്ലാ സാധനങ്ങളും എനിക്ക് ഒറ്റയ്ക്ക് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ്. എന്തായാലും നിങ്ങൾ മാറാൻ പോകുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് വേണ്ടി എന്റെ ജീവിതം കളയാൻ എനിക്കൊട്ടും താല്പര്യമില്ല.